ഹേ ബഡീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ബഡീസ്, നമ്മുടെ അങ്കമാലി യാത്രയുടെ ഏറ്റവും ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ പോകുന്ന ദിവസമാണ്. ബയോളജിക്കൽ പാർക്കിൽ പോയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ 2:15 ഗൈസ്. നമുക്ക് ഒട്ടും ടൈമില്ല. നമുക്ക് 4 മണിക്കാണ് കേട്ടോ പോകാനുള്ള ട്രെയിൻ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ യൂബർ വിളിച്ചിട്ടുണ്ടായിരുന്നു. മോജിറ്റോ ഉണ്ടാക്കുക. നമ്മളെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങി. ചേച്ചി അവർ മാത്രമേ ഉള്ളൂ പാക്കിങ്. നമ്മൾ എത്തിയപ്പോഴത്തേന് ഓൾമോസ്റ്റ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇനിയും താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൻ മിസ്സാവും. അതുകൊണ്ട് നമ്മൾ ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടി നമ്മൾ റെഡി ആയിട്ട് വന്നപ്പോഴത്തേക്കും ആൻറ്റി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഷടപടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ പിന്നെ ബാക്കി കുറച്ച് ടൈം ഉണ്ടായിരുന്നപ്പോഴത്തേക്കും നമ്മൾ ഐസ്ക്രീമും കുടിച്ചു. അതുപോലെ തന്നെ ആൻറ്റിക്ക് മൊജീറ്റോ വേണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പഴുത്ത മാങ്ങയായിരുന്നാൽ നമ്മൾ അതിൽ മൊജീറ്റോ ഉണ്ടാക്കി. അതിൽ വേറൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ എൻ്റെ വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. മൊജീറ്റോ ഉണ്ടാക്കാൻ വേണ്ടി അരിഞ്ഞ് വെച്ചാൽ ബാക്കി വന്ന ഒരുപാട് മാങ്ങകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ ഉപ്പും മുളകും ഇട്ട് എടുത്തു. അപ്പോൾ പഴുത്ത മാങ്ങയിൽ ഉപ്പും മുളകും ഇട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് അല്ലേ. അപ്പോൾ ട്രെയിനിലിരുന്നാലും കഴിക്കാമല്ലോ എന്ന് കരുതി. അങ്ങനെ നമ്മൾ രതി ആൻറ്റിക്കും എമ്മിക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ കൊടുത്ത ശേഷം നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ എത്തിയപ്പോൾ കുറച്ചുകൂടി ടൈം ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഓൾമോസ്റ്റ് ഒരു 4-5 മണിക്കൂറുള്ള യാത്രയാണ്. അപ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും വേണമല്ലോ എന്ന് കരുതി നമ്മളൊരു കടയിൽ കയറി സ്നാക്സ് വാങ്ങി. അവിടെ എത്തിയപ്പോൾ എൻ്റെ പൊന്നോ, ഇഷ്ടംപോലെ വെറൈറ്റീസ് ഓഫ് അലുവകൾ കേസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അലുവ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ മറ്റേ ഗ്രീൻ ചില്ലി ഹൽവയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കത് വാങ്ങണമെന്നുണ്ടായിരുന്നു, നല്ല റേറ്റ് ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഈ കളർഫുൾ ആയിട്ടുള്ള ഹൽവയുടെ ഒരു ബോക്സ് വാങ്ങിച്ചുകൊണ്ടാണ് പോയത്. പിന്നെ ഇത് എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കണ്ടിട്ട് എനിക്ക് കൊതിയായിട്ട് പോയായിരുന്നു. അയ്യോ, എടുത്ത് നോക്കി നല്ല റേറ്റ് ആണെന്ന് ഉണ്ടാവും. പിന്നെ അത് എടുത്തടുത്ത് തന്നെ തിരിച്ചു വെച്ചു. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ, പിന്നെ എന്തൊന്ന് ചിപ്സോ കടലയോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നെ നമ്മൾ നേരെ സ്റ്റേഷനിലെത്തി. അവിടെ എത്തിയിട്ട് നമ്മൾ നേരെ പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കാനുള്ള ഒരു തത്രപ്പാടിലായിരുന്നു. കാരണം നമ്മൾ ഒരു സ്ഥലത്ത് കുറേ നേരം അവിടെ പോയി നിന്ന് അവിടെയാണ് നമ്മുടെ ആ ബോഗി വരുന്നതെന്ന് വിചാരിച്ചു. അവിടെയല്ല, വീണ്ടും തിരിച്ച് വേറൊരു സ്ഥലത്ത് പോയി നിന്ന് ലാസ്റ്റ് എങ്ങനെയൊക്കെ കണ്ടുപിടിച്ചു കേട്ടോ. പിന്നെ ഒരു സംഭവം, ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലിഫ്റ്റിൽ ഒരുപാട് പേര് കയറി ഓവർലോഡ് ആയപ്പോഴത്തേക്ക് ലിഫ്റ്റ് അങ്ങ് കൊണ്ട് സ്റ്റക്കായി. അങ്ങോട്ടും പോകുന്നില്ല, ഇങ്ങോട്ടും പോകുന്നില്ല, തുറക്കുന്നുമില്ല, അടയുന്നുമില്ല. അങ്ങനെ ഒരവസ്ഥയിൽ സ്റ്റക്കായി നിന്ന് ലാസ്റ്റ് അവിടുത്തെ പോലീസൊക്കെ വന്നിട്ട് അത് തുറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, നടക്കുന്നില്ല. ലാസ്റ്റ് ലിഫ്റ്റ് ഓപ്പറേറ്ററിനെ വിളിച്ച് അതിലെ കീ ഉണ്ടായിരുന്നു, അത് ഓപ്പൺ ചെയ്ത് ഇറങ്ങുകയാണ് ചെയ്തത്. അവർ സ്റ്റക്കായി നിന്നപ്പോഴത്തേക്ക് അവരതിൽ മറ്റേ സൈറൺ പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അവരങ്ങനെ ഞെക്കിക്കൊണ്ടിരുന്നു. ലാസ്റ്റാണ് നമ്മൾ ശ്രദ്ധിച്ചത് തന്നെ. അവിടെ ഇരുന്ന ആൾക്കാരെല്ലാം അപ്പോഴാണ് ശ്രദ്ധിച്ചത് എന്തോ പ്രശ്നമുണ്ടെന്ന്. അങ്ങനെയാണ് അവരെ വിളിച്ച് വരുത്തിയത്. 4 മണിയുടെ ട്രെയിനെന്ന് 4:20 വരുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് മണിക്കൂർ 1 ഇവിടെ നിൽക്കുന്നത്. ട്രെയിന് പോയിട്ട് ട്രെയിനിൻ്റെ വീല് പോലും കാണാനില്ല. എൻ്റെ അറിവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോച്ച് നമ്പർ അനുസരിച്ചിട്ടാണ് ഓരോ ബോഗി ഇവിടെ നിർത്തുന്നത്. അവർ പറയും ഓരോ ബോഗിയും ഓരോ കോച്ച് നമ്പർ അനുസരിച്ചിട്ടാണ് അറേഞ്ച് ചെയ്ത് നിർത്തണത്. അതാണ് ഈ അറിവ് നമ്മൾ നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഓരോ സ്ഥലത്തായിട്ട് മാറി മാറി നിന്നത്. നമ്മളങ്ങനെ ട്രെയിനിൽ വലുതായിട്ട് അങ്ങനെ പോയിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ സ്ഥിരം യാത്ര ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. പിന്നീടാണ് നമുക്ക് ഇങ്ങനെയാണ് നിൽക്കേണ്ടതെന്നുള്ള കാര്യം മനസ്സിലായത്. നമുക്ക് 4:20 സ്റ്റേഷനിൽ എത്തുമെന്ന് പറഞ്ഞ ട്രെയിനാണ് കേട്ടോ. 1 മണിക്കൂറായി, 2 മണിക്കൂർ അടുപ്പിച്ചായി, എന്നിട്ടും ട്രെയിനിനെ കാണാനില്ല. പിന്നീടാണ് അറിയണത് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ട് അതെന്തോ ലേറ്റായിട്ടേ വരുള്ളൂ എന്ന്. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ട്രെയിന് വന്നു. അങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഏകദേശം 3 ട്രെയിനോളം പോയി. നമ്മൾ ഓരോ ട്രെയിൻ വരുമ്പോഴും ഇത് നമ്മുടെ ട്രെയിനാണ് എന്നൊക്കെ വെറുതെ സ്വപ്നം കണ്ടിരിക്കുന്നതല്ലാതെ ഒന്നും നടന്നില്ലായിരുന്നു. പിന്നെ അങ്ങനെ ട്രെയിനിൽ വന്നപ്പോഴത്തേക്കും ഭയങ്കര ചൂട് കേസ്. എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയില്ല. അതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം. കണ്ടത് എൻ്റെ രോദനമാണ് കേസ്, എൻ്റെ രോദനം. കാരണം എന്ന് വെച്ചാൽ ഫാൻ ഉണ്ടെന്നേ ഉള്ളൂ, അത് വെറും പ്രഹസനത്തിന് വെച്ചിരിക്കുന്ന സാധനമാണ്.
ഒരു ഉപകാരമില്ലായിരുന്നു. കാറ്റ് മൊത്തം ഏത് വഴിക്ക് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടിയില്ല, ഒട്ടുമേ കാറ്റില്ലായിരുന്നു. എനിക്ക് ലാസ്റ്റ് ഭ്രാന്ത് എടുത്തിരുന്നു. പിന്നെ കുറച്ചെങ്കിലും സമാധാനം കിട്ടിയത് രാത്രി ആയപ്പോഴാണ്. അപ്പോൾ കുറച്ച് വിൻഡോ സീറ്റും കിട്ടി, പിന്നെ തണുപ്പും കൊണ്ട് അങ്ങനെ ഇരുന്നു. അപ്പോഴത്തേക്കും ചേച്ചിക്ക് ഒരാഗ്രഹം നമ്മുടെ ഡോറിൻ്റെ അവിടെ നിന്നിട്ട് ഒരു വീഡിയോ എടുക്കണമെന്നുള്ളത്. അപ്പോൾ പിന്നെ പിള്ളേർ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കണമെന്നാണല്ലോ. അപ്പോൾ പിന്നെ അതും അങ്ങ് സാധിച്ചു. പിന്നെ നമ്മൾ കയ്യിൽ കിട്ടിയ സ്നാക്സ് എല്ലാം അറഞ്ചം പറഞ്ച വാരിയൊക്കെ തിന്ന് പിന്നെ അങ്ങനെ ഇരുന്ന് ലാസ്റ്റ് ഫൈനലി നമ്മൾ സ്ഥലത്തെത്തി. എനിക്ക് അവിടെ എത്തിയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ, എന്തോ. പിന്നെ നമ്മൾ പോയി ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞാൻ 2 പൊറോട്ടയൊക്കെ കഴിച്ചു കേട്ടോ. എൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ബോധവും പൊക്കണമൊന്നും ഇല്ലാതെയാണ് നിൽക്കുന്നത്. പിന്നെ അവിടെ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നാളെ രാവിലെ കാപ്പിക്ക് മാവ് വേണ്ടേ, അപ്പോൾ പിന്നെ മാവെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നേരെ നമ്മൾ വീട്ടിലെത്തിയത്. അപ്പോൾ ഇതെൻ്റെ അങ്കമാലി ട്രിപ്പിൻ്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണ് കേട്ടോ. തീർന്നപ്പോൾ ഭയങ്കര വിഷമം. അപ്പോൾ എല്ലാവരും എന്തായാലും ഹാപ്പി ആയിരിക്കുക, ചില്ലായിരിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.